വർത്തമാനങ്ങളും കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്നലകളിൽ പറഞ്ഞു വച്ച പരിണാമവാദത്തിന്റെ വർത്തമാനങ്ങൾ ഇന്നും സജീവമായ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഒരു സട്ടാവില്ല, ലോകത്ത് സൃഷ്ടി എന്നൊരു ഏർപ്പാട് തന്നെ ഉണ്ടായിട്ടില്ല, ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, എല്ലാം സ്വാഭാവികമായും പരിണമിച്ചുണ്ടായതാണ് എന്ന കുരങ്ങൻ ആശയത്തെ ആവർത്തിച്ചാവർത്തിച്ചു പ്രഖ്യാപിക്കുകയാണ് പരിണാമവാദികൾ. അതിനെന്താണ് അവർ ചെയ്തത്? മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണ് കാട്ടുകുരങ്ങിൽ നിന്ന്. കാട്ടുകുരങ്ങന്റെ പിൻഗാമിയായി മനുഷ്യനെ ചേർത്തു വെക്കുകയാണ് പരിണാമവാദികൾ. നിങ്ങൾ നോക്കി, മനുഷ്യനെയും സ്വാഭാവികമായും കുരങ്ങനെയും കണ്ണി ചേർക്കാൻ ഇടക്കണ്ണികൾ എവിടെയെന്ന ചോദ്യത്തിന് അവർ ഹൾട്ട്മാനെയും നിയാൻഡർത്താൽമാനെയും പരിചയപ്പെടുത്തി. എത്ര കാലം ലോകത്തെ കുരങ്ങ് കളിപ്പിച്ചു ഈ പരിണാമവാദികൾ, ഈ കുരങ്ങൻ ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്. പിന്നെയാണ് ഈ നിയാൻഡർത്താൽമാനെ കുറിച്ചും ഹൾട്ട്മാനെ കുറിച്ചും ലോകം പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കുരങ്ങൻ്റെയും മനുഷ്യൻ്റെയും തലയോട്ടിയുടെയും താടിയെല്ലിൻ്റെയും ചില ഭാഗങ്ങൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഇടക്കുണ്ടാക്കി വെച്ച ബോധപൂർവം അവരുണ്ടാക്കിയെടുത്ത ഒരു രൂപം മാത്രമാണ് ഹൾട്ട്മാൻ എന്ന് ലോകം തിരിച്ചറിയുന്നു. കണരോഗം ബാധിച്ചു മരിച്ചുപോയ ഒരു മനുഷ്യന്റെ അസ്ഥിശകലങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവരിതാ നിയാൻഡർത്താൽമാൻ എന്ന് പറഞ്ഞ് ലോകത്തെ പറ്റിച്ചത് എന്ന് ലോകം തിരിച്ചറിയുന്നു. എന്തിനാണ് ഇതെല്ലാം ഇവർ ചെയ്തത്? ആകാശഭൂമികളെ സൃഷ്ടിച്ച ഈ വിശ്വമഹാപ്രപഞ്ചത്തിനൊരു സട്ടാവുണ്ട്, അവൻ റബ്ബുൽ ആലമീനാണ്, അവൻ റഹ്മാനാണ്, റഹീമാണ് എന്ന് അംഗീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരം അവരെ സമ്മതിക്കാത്തത് കൊണ്ട്, സട്ടാവിൻ്റെ അസ്തിത്വത്തെയും അവൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളെയും നിരന്തരമായി വെല്ലുവിളിച്ചു കൊണ്ടേയിരുന്ന ആളുകൾ അവർക്ക് മുന്നിൽ ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന ആഴത്തിൽ ബോധ്യപ്പെടുത്തുകയാണ്. ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വല്ലാത്ത വർത്തമാനമുണ്ട്. ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് പടച്ചിറപ്പ് പറയുന്ന, അടിവരയിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇത് അള്ളാന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ ഈ ലോകത്ത് കാണുന്ന സർവവും, പ്രഭചൊരിയുന്ന ചന്ദ്രനാകട്ടെ, മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളാകട്ടെ, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനാകട്ടെ, നമ്മയും കൊണ്ട് തൻ്റെതായ ഭ്രമണപഥതലങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഭൂമിയാകട്ടെ, ഓരോന്നിനെയും ചൂണ്ടിക്കൊണ്ട് അള്ളാഹ് പറയുകയാണ്, ഇത് അള്ളാന്റെ സൃഷ്ടിയാണ്, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. പടച്ചറബല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരുവാനുള്ള അള്ളാഹുവിൻ്റെ വെല്ലുവിളി എത്ര പ്രസക്തമാണ്. ഈ ലോകത്തിനൊരു സട്ടാവില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാനാവുക? 2022 2 വർഷങ്ങൾക്ക് മുമ്പ് ജൂലൈ മാസത്തിൽ നാസ വിക്ഷേപിച്ച ശ്രദ്ധേയമായൊരു ബഹിരാകാശ പേടകം, ജെയിംസ് വെബ് എന്ന ആ ബഹിരാകാശ പേടകത്തിൻ്റെ ക്യാമറ കണ്ണുകൾ പകർത്തിയ അത്ഭുത കാഴ്ചകൾ കണ്ട് ലോകം ഞെട്ടിത്തെരിച്ചു. ഏകദേശം സൂര്യനിൽ നിന്ന് 2000 പ്രകാശവർഷം അകലെയുള്ള സതേൺ റിംഗ് നെബുല എന്ന നക്ഷത്രക്കൂട്ടത്തെ, അതിൻ്റെ ചിത്രം ലോകം കണ്ടു. പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ. ഇന്നേ വരെ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ കാണാത്ത കാഴ്ച, ഇന്നേ വരെ ലോകത്തെ ഒരാളും കാണാത്ത അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട് ലോകം ഇങ്ങനെ അത്ഭുതം കൂറി അന്തം വിട്ടു നിന്നു. എന്തിനേറെ, സൂര്യനിൽ നിന്ന് ഏകദേശം 290 ദശലക്ഷം പ്രകാശവർഷം അകലെയുള്ള 5 ക്ഷീരപഥ കൂട്ടങ്ങളുടെ ചിത്രവും നാസ പിന്നെയും പുറത്തുവിട്ടു. ഇതും കണ്ടപ്പോൾ ലോകം ഒന്നുകൂടി ഞെട്ടി. എന്നിട്ട് നാസ ഇപ്പോൾ പറയുന്നത്, ഈ മഹാപ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വഴി നടത്താൻ നമുക്ക് സഹായകമാകുന്ന വിജ്ഞാനീയങ്ങൾ ഈ പറയുന്ന ബഹിരാകാശ പേടകത്തിലൂടെ, ഈ ക്യാമറ കണ്ണുകൾ പകർത്തിയ വർത്തമാനങ്ങളിലൂടെ ഇനിയും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. എന്ന അള്ളാഹുവിൻ്റെ അത് വെറും വർത്തമാനമല്ല. ഈ ഉപരിലോകത്തെ, ഈ മഹാപ്രപഞ്ചത്തെ അത്ഭുതകരമായി വാർത്തെടുക്കുകയും ഇത് നാം വികസിപ്പിച്ചിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ വർത്തമാനം ഏറെ ശ്രദ്ധേയമായി നമ്മൾ അടിവരയിടേണ്ടതുണ്ട്. പുതിയ കണ്ടുപിടുത്തങ്ങളും അന്വേഷണങ്ങളും ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കാൻ സഹായകമാകുമെന്ന തെറ്റിദ്ധാരണയിലാണ് ഈ പറയുന്ന ആളുകളെല്ലാം ഇതിനെ മുന്നിൽ വെക്കുന്നതെങ്കിൽ, ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് ആണയിട്ട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരോ പുതിയ ശാസ്ത്രലോകത്തെ അത്ഭുതങ്ങളും കണ്ടെത്തലുകളും എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അതുകൊണ്ട് സട്ടാവായ ഉടയവനിലേക്ക് നമുക്ക് വരാം.
എല്ലാ പ്രവാചകന്മാരും ആവർത്തിച്ചു പറഞ്ഞ യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്ന ലോകത്തെ ശ്രദ്ധേയമായ നന്മയെ ലോക ജനമനസ്സുകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. അവനല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന ലോകം കണ്ട ഏറ്റവും വലിയ തിന്മയെക്കുറിച്ച് ലോകത്തിന് നമുക്ക് ബോധവൽക്കരണം നിർവഹിക്കാം. ലോകത്തിന് കൃത്യമായ ആരംഗത്തുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകാം. ശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ ഗൗരവത്തെക്കുറിച്ച്, ഷിർക്കിന്റെ അപകടത്തെക്കുറിച്ച് വളരുന്ന തലമുറകളുടെ മനസ്സുകളിലേക്ക് ഈ മഹിതമായ ആശയത്തെ പകർന്നു നൽകുക എന്ന ദൗത്യം നമുക്കുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ ധാർമ്മിക നിലവാരം വല്ലാതെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഇന്നുള്ളത്. ലഹരിയുടെ ഒരു വല്ലാത്ത ലോകത്താണ് ഇന്നത്തെ തലമുറ. ഇന്നലകളിൽ അത് കള്ളും കഞ്ചാവുമാണെങ്കിൽ ഇന്ന് MDMA പോലുള്ള ഇന്നത്തെ കാലത്ത് പുതിയ ലഹരി വസ്തുക്കളുടെ ഹരത്തിലും ആവേശത്തിലുമാണ് ഇന്നത്തെ തലമുറ. നാവിൽ ഒരു തരം ലഹരി തലക്ക് നൽകുന്ന സ്റ്റാമ്പുകൾ ഒട്ടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ടീനേജ് കുട്ടികൾ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്ന ചിത്രങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നു. എന്തിനേറെ മനുഷ്യൻ്റെ മനസ്സിനെയും മനുഷ്യൻ്റെ ദിഷണകളെയും തളർത്തിക്കളയുന്ന എന്തെന്നില്ലാത്ത ഉന്മാദ ലഹരി ഉണ്ടാക്കുന്ന ലഹരി വസ്തുക്കൾ നേർക്കുനേരെ സിറിഞ്ചിൽ നിന്ന് കഴുത്തിൻ്റെ ഞരമ്പുകളിലേക്ക് കുത്തിക്കയറ്റുന്നു. എന്തിനാണത്? പെട്ടെന്ന് തലച്ചോറിലേക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി മനുഷ്യൻ്റെ ജനനേന്ദ്രിയങ്ങളിലേക്ക് വരെ കുത്തിക്കയറ്റുന്ന ചിത്രങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എങ്ങോട്ടാണ് ഈ സമൂഹം പോവുക? സ്വയം എല്ലാ അർത്ഥത്തിലും താൻ ആരെന്നു പോലും ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു വല്ലാത്ത ഉന്മാദ ലഹരിയിലേക്ക് പോയ ഇത്തരം ആളുകൾ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് ലോകം നിരന്തരം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരുതെന്ന് പറയാൻ, അത് ശരിയല്ലെന്ന് പറയാൻ, അത് തിന്മയാണെന്ന് പറയാൻ, അത് നന്മയല്ലെന്ന് പറയാൻ ലോകത്തെ ആർക്കാണ് കഴിയുക? ഈമാനികമായ ഭദ്രതയോടെ ജ്വലിച്ചു നിൽക്കുന്ന കുന്തും ഖൈറ ഉമ്മ എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞ ആ സമുദായത്തിനാണ് കഴിയുക. അതിൽ അംഗമാകാനുള്ള ബോധപൂർവമായ പ്രാർത്ഥനയും പരിശ്രമങ്ങളുമാണ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ധാർമ്മിക നിലവാര തകർച്ചകളെക്കുറിച്ച് നിരന്തരം നമ്മൾ സാക്ഷികളായിക്കൊണ്ടേയിരിക്കുകയാണ്. പെണ്ണിൻ്റെ മേനിയഴകിൻ്റെ പ്രദർശനമാണ് ഇന്ന് ഹരം, ഇന്ന് ആവേശം. അതിനെ എത്ര കണ്ട് വിൽപ്പന ചരക്കാക്കാനാകുമോ അത്ര കണ്ട് വിൽപ്പന ചരക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതെ പെണ്ണിൻ്റെ മേനിയഴകിൻ്റെ പ്രദർശനം, അത് അവളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ഭർത്താവിൻ്റെ മുന്നിലാകണം, തെരുവുകളിലല്ല എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? ഈമാനികമായ ഭദ്രതയോടെ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഉത്തരവാദിത്തപ്പെട്ട കുന്തും ഖൈറ ഉമ്മയിലെ അംഗങ്ങൾക്കാണ് ആ നന്മയെ നന്മയായി പറയാനും തിന്മയെ തിന്മയായി ബോധവൽക്കരിക്കാനും കഴിയുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 2012 നമ്മൾ കണ്ടത് പുരുഷന്മാർക്ക് തെരുവിൽ വെച്ച് മേൽവസ്ത്രം ഊരാൻ, ഷർട്ട് ഊരാൻ, ടീഷർട്ട് ഊരാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്കത് ആയിക്കൂടാ എന്ന് പറഞ്ഞ് ഒരു രാജ്യത്തെ ഒരു കൂട്ടം സ്ത്രീകൾ തെരുവിൽ വന്ന് അവരുടെ മേൽവസ്ത്രം വലിച്ചൂരി കളഞ്ഞു. എന്നിട്ട് അവരൊരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു, ഫ്രീ ദ നിപ്പിൾ ക്യാമ്പയിൻ എന്ന്. ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുമ്പോൾ നമ്മൾ കരുതി അതൊക്കെ അവിടെ ഒരുപാട് അകലെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള കാഴ്ചകളല്ലേ എന്ന്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ബത്തക്ക സമരത്തിനും നമ്മൾ സാക്ഷികളായി. ഇവിടെയാണ് എന്ന അള്ളാഹുവിന്റെ വരികൾക്ക് എത്രമേൽ പ്രസക്തിയുണ്ട്. അവർ മാന്യയാണ്, കുലീനയാണ് എന്ന് തിരിച്ചറിയാൻ, അവളെ ആരും ആക്രമിക്കാതിരിക്കാൻ, അവളെ എല്ലാ അർത്ഥത്തിലും അഭിമാനത്തോടെ ജ്വലിച്ചു നിൽക്കേണ്ടവളാണ് സ്ത്രീ എന്ന ഉന്നതമായ പദവിയിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്തുവാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അതാണ് ശരിയെന്ന് ലോകത്തോട് പറയാൻ കുന്തും ഖൈറ ഉമ്മയിലെ ഈ ഖൈറ ഉമ്മക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? സഹോദരങ്ങളെ, അതിനെന്തു വേണം? ഈമാനികമായ ഭദ്രത വേണം. അതല്ല എങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ നാവുകൾ പുറകോട്ട് പോകും, നമുക്ക് വർത്തമാനം പറയാൻ കഴിയില്ല, നമ്മുടെ പേനകൾ ചലിക്കില്ല, നമ്മുടെ പുസ്തകങ്ങൾ അതിലൂടെ നന്മകൾ പുറത്തു വരില്ല, തിന്മകളെ കുറിച്ചുള്ള ബോധവൽക്കരണ രംഗത്തുള്ള ഇടപെടലുകൾ കുറയും. നമ്മുടെ ഈമാനിൻ്റെ ഉയർച്ച താഴ്ചകൾ അനുസരിച്ച് സ്വാഭാവികമായും അത് സംഭവിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് 2015 നമ്മൾ കണ്ടത് വേൾഡ് നേക്കഡ് ബൈക്ക് റൈഡാണ്. ലോകം അതിനും സാക്ഷ്യം വഹിച്ചു. ഒരു നൂൽവസ്ത്രം പോലും അണിയാതെ തെരുവിലൂടെ ബൈക്ക് റൈഡ് നടത്തുന്നു ആണും പെണ്ണും. ഇതെല്ലാം ഇന്നൊരു ആവേശമായി കാണുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നലകളിലെ പഴയകാല പുരാതന റോമിലെല്ലാം കണ്ടിരുന്ന ലൂപ്പർക്കാലിയ വിരുന്നുകളുണ്ട്. ആ ലൂപ്പർക്കാലിയ വിരുന്നുകളെ അമ്പെ നാണിപ്പിക്കും വിധമാണ് ഇന്ന് വൈസ് സ്വാപ്പിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാറിൻ്റെ കീ പരസ്പരം ചേഞ്ച് ചെയ്തുകൊണ്ടാണ് 2 കാറിൻ്റെ ഉടമകൾ, ആ 2 കാറിനും ഓരോ ഉടമകളുണ്ട്. ആ ഉടമകൾ
മറ്റേ കാറിൻ്റെ ഉടമക്ക് തൻ്റെ കാറിൻ്റെ കീ കൊടുക്കുന്നു, കൂട്ടത്തിൽ തൻ്റെ ഭാര്യയെയും. അവൻ ആ കാറിൻ്റെ കീ ഇവൻ്റെ കയ്യിലേൽപ്പിക്കുന്നു, കൂട്ടത്തിൽ അവൻ്റെ ഭാര്യയെയും. എന്നിട്ട് പറയാണ്, ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് എന്ന്? ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് എന്ന്? ഇന്നിതാ കേരളത്തിലെ പ്രധാന ഒരു ആഴ്ചപ്പതിപ്പ് ആവർത്തിച്ചെഴുതുകയാണ്. ഖണ്ഡശ ലേഖനങ്ങളായി, തുടർലേഖനങ്ങളായി കേരളത്തിലെ ബുദ്ധിജീവി എഴുതി വെച്ചത്, എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് തൊട്ടടുത്ത ഹോട്ടലിൽ പോയി ചിലപ്പോൾ ചിക്കൻ ബിരിയാണി തിന്നണമെന്ന് ആഗ്രഹമുണ്ടായേക്കാം. അതിലെന്താണ് പ്രശ്നം? എന്നും തൻ്റെ ഇണയുമായി ഇണചേരുന്ന ഒരാൾക്ക് തൊട്ടടുത്ത് വീട്ടിലേക്ക് പോകേണ്ടി വന്നേക്കാം, അവിടെ മറ്റൊരു അവിഹിതത്തിൽ ഏർപ്പെടേണ്ടി വന്നേക്കാം. അതിലെന്താണ് തെറ്റ് എന്ന് കേരളത്തിൽ തന്നെ തുറന്നു ചോദിക്കുന്നൊരു വല്ലാത്ത അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറി പോകുന്നു. കുടുംബ ഭദ്രതയുടെ ആണിവേരുകളെ തച്ചുടക്കുന്ന, ദാമ്പത്യ ബന്ധത്തിൻ്റെ പവിത്രതയെ വലിച്ചു കീറുന്ന ഈ മ്ലേച്ഛമായ ആശയങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന ദുസ്വാധീനം എത്രമേൽ ഗൗരവത്തോടെ നമ്മൾ അറിയണം. ഇവിടെയാണ് അല്ലാഹുവിന്റെ വർത്തമാനത്തിന് എത്രമേൽ തികവുണ്ട്, എത്രമേൽ മഹത്വമുണ്ട്. വൈവാഹിക ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും പരിശുദ്ധിയെക്കുറിച്ചും അതിൻ്റെ ഔന്നത്യത്തെക്കുറിച്ചും അതുവഴി സാധ്യമാകുന്ന സമാധാനത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇഷ്ടത്തെക്കുറിച്ചും മവദ്ദത്തിനെക്കുറിച്ചും റഹ്മത്തിനെക്കുറിച്ചും ആഴത്തിൽ പറഞ്ഞുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, ഇതെല്ലാം അല്ലാഹുവിൻ്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ് എന്ന് പറയുമ്പോൾ ഖൈറു ഉമ്മക്കല്ലാതെ ലോകത്തിൻ്റെ മുന്നിൽ ഇത് എഴുന്നേറ്റ് നിന്ന് പറയാൻ ആർക്കാണ് സഹോദരങ്ങളെ കഴിയുക? അതിൽ അംഗമാകാൻ ബോധപൂർവം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടവരല്ലേ നമ്മൾ? ഇങ്ങനെ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ആ ഖൈർ ഉമ്മയിൽ നമ്മൾ അംഗങ്ങളാകണമെന്നുള്ള ബോധപൂർവമായ പ്രാർത്ഥനയോടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവമാകണമെന്ന് ചുരുക്കം. അതിന് നമ്മുടെ ഈമാൻ നിരന്തരം നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം എന്ന് ചുരുക്കം. സഹോദരങ്ങളെ, നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്നിതാ എതിർലിംഗ ലൈംഗികതയിലൂടെയാണ് ലോകം നിലനിൽക്കുന്നത്. സ്ത്രീ പുരുഷ ലൈംഗികതയിലൂടെ, ഇണചേരലിലൂടെയാണ് മാനവരാശിയുടെ നിലനിൽപ്പ്. ഇതാണ് ലോകത്തിൻ്റെ പൊതുബോധം. ഇതിനെ ഹെട്രോനോർമേറ്റീവ് എന്നാണ് പറയുന്നത്. ഈ പൊതുബോധം തെറ്റാണ് എന്നും ഈ പൊതുബോധം ശരിയല്ല എന്നും, മറിച്ച് ക്യൂർ നോർമേറ്റീവ് എന്ന പൊതുബോധത്തിലേക്ക് ആളുകളുടെ പൊതുബോധത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ സ്ത്രീയും പുരുഷനും മാത്രമല്ല, പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, പെണ്ണും തമ്മിലാവാം, ശവരതിയാവാം, മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ തോന്നിവാസങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന്, മൃഗങ്ങളെ ഉപയോഗപ്പെടുത്താമെന്ന്, ചെറിയ മക്കളെ പോലും ഉപയോഗപ്പെടുത്താമെന്ന് ലോകത്ത് നമ്മൾ വലിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് രക്ഷിതാക്കൾ, മാതാക്കളും പിതാക്കളും വലിയൊരു പ്രകടനം നടത്തി. സേവ് അവർ ചിൽഡ്രൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ പൊന്നുമക്കളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഭരണാധികാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ വെച്ച് പ്ലക്കാർഡുകൾ വെച്ച് പ്രകടനങ്ങൾ നടത്തുന്നവർ എല്ലാ അർത്ഥത്തിലും വികസിത രാഷ്ട്രങ്ങൾ എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളുടെ തെരുവുകളിലാണ് പലപ്പോഴും അവനവൻ്റെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്ലക്കാർഡുകൾ ഉയർത്തി പ്രകടനം നടത്തേണ്ട ഒരു ദുരന്താവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ വഴിമാറിപ്പോകുന്നത്. കാരണം ഈ LGBTQ അവിടെ നിന്ന് നിൽക്കുന്നില്ല, LGBTQIA+1 തുടരുകയാണ്. ഇവർ ചെയ്യുന്ന ആഭാസങ്ങളിൽ തങ്ങളുടെ പിഞ്ചു മക്കൾ പോലും അതിനിരകളാകുമ്പോൾ ഏതു മാതാവിൻ്റെ, ഏതു പിതാവിൻ്റെ ചങ്കാണ് പിടയാതിരിക്കുക? ഏതു മാതാവിൻ്റെ, പിതാവിൻ്റെ ഹൃദയമാണ് പിടയാതിരിക്കുക? സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇതിനെ ഫാഹിഷത്തെന്ന് പറയാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ലൂത്തിൻ്റെ ജനതയുടെ ഈ തോന്നിവാസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ, അതെ, ലോകത്താദ്യമായി ഇന്നക്കും ലതഅതൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകത്ത് ഇന്നേ വരെ ആരും കൊണ്ടുവരാത്ത ആദ്യമായി നിങ്ങളാണ് ഈ തോന്നിവാസം ലോകത്ത് കൊണ്ടുവന്നത് എന്ന് പറയുകയാണ് പടച്ചറബ്. ഈ ഫാഹിഷ തരുതെന്ന് പറയാൻ അതെ ഖൈർ ഉമ്മക്ക് മാത്രമേ കഴിയും. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, തോന്നിവാസം, അതെ വ്യഭിചാരം, അത് ഫാഹിഷത്താണ് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റെന്ന് പറയാൻ ഖൈർ ഉമ്മക്കാണ് കഴിയുക. ഖൈർ ഉമ്മക്ക് മാത്രമേ അതിന് കഴിയൂ. ആ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇന്ന് നോക്കി വളരുന്ന പിഞ്ചു പൈതലുകൾക്ക് അമ്മിഞ്ഞ കൊടുക്കാൻ പോലും ഇന്നത്തെ പുതിയ തലമുറയിലെ മാതാക്കൾക്ക് പ്രയാസം. അവർ പറയണത്, കുട്ടികൾക്ക് അമ്മിഞ്ഞ പാല് കൊടുത്താൽ ഞങ്ങളുടെ സൗന്ദര്യം ക്ഷയിക്കും, സൗന്ദര്യം പോയി പോകും, അതുകൊണ്ട് തൽക്കാലം വേണ്ട, മറിച്ച് വേറെന്തെങ്കിലും കുപ്പിപ്പാലോ പൊടിപ്പാലോ ഒക്കെ കലക്കി കൊടുക്കാമെന്ന്. ഒരു കുഞ്ഞിന് മാതാവിൽ നിന്ന് കിട്ടേണ്ട അവൻ്റെ അവകാശമാണത്. മാതാവിൻ്റെ അമ്മിഞ്ഞ പാലിൽ ഒരു കുഞ്ഞുമ്മാൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൻ്റെ ശരീരത്തിലെ ആൻറ്റിബോഡികൾ, രോഗപ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി വരുന്നേ ഉണ്ടാവുകയുള്ളൂ.
അതിന് ജീവസുറ്റതാക്കാൻ ഉതകുന്ന ഘടകങ്ങളെല്ലാം മാതാവിൻ്റെ മാറിടത്തിൽ ഒരുക്കിയ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനെ റഹ്മാൻ എന്നല്ലാതെ, റഹീം എന്നല്ലാതെ മറ്റെന്താണ് നമ്മൾ വിളിക്കേണ്ടത്? ഒരു കുഞ്ഞിൻ്റെ മസ്തിഷ്ക കോശങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ ഘടകങ്ങൾ, അവൻ്റെ നെർവസ് സിസ്റ്റത്തെ ജീവസുറ്റതാക്കാനുള്ള ഘടകങ്ങൾ, അതെ, ലാക്ടോസും ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റും എന്ന് തുടങ്ങി എല്ലാ അർത്ഥത്തിലുള്ള അത്ഭുത ഘടകങ്ങൾ ഒരുമിച്ച് കൊടുക്കുകയാണ് പടച്ചറബ്. എന്നിട്ട് ലോകത്തോട് പറയുകയാണ്, അതെ, മാതാക്കൾ അമ്മിഞ്ഞ നൽകേണ്ടതുണ്ട് പിഞ്ചു പൈതലുകൾക്ക് എന്ന്. അത് അവരുടെ അവകാശമാണ് എന്ന്, മാതാക്കളുടെ ബാധ്യതയാണ് എന്ന് ലോകത്തോട് വർത്തമാനം പറയുന്നത് ഈ ലോകത്ത് അതെ പടച്ചറബിൻ്റെ വേദപ്രമാണമാണ്. ഖൈർ ഉമ്മക്കല്ലാതെ ലോകത്തിൻ്റെ മുന്നിൽ ഇത് പറയാൻ, അഭിമാനത്തോടെ പറയാൻ, ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ജനശ്രദ്ധയെ തിരിച്ചുവിടാൻ ആർക്കാണ് കഴിയുക? അതുകൊണ്ട് ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധമായും 6 മാസമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാൽ കൊടുത്തേ മതിയാവുകയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം അടിവരയിട്ട് പറയുന്നു. എന്നാൽ നമ്മൾ കൃത്യമായി അറിയണം, എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വർത്തമാനം പറഞ്ഞത് എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതില്ലേ? ഇന്ന് അമ്മിഞ്ഞ കൃത്യമായി നൽകാത്തവർക്കാണ് ബ്രസ്റ്റ് ക്യാൻസറുകൾ കൂടുതൽ വരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾക്ക് മുന്നിൽ തരിച്ചു നിൽക്കുകയാണ് നമ്മൾ. തൻ്റെ ചോരപ്പൈതലിന് അമ്മിഞ്ഞ നൽകുന്ന സമയത്ത് മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിൻ്റെ അത്ഭുതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും, ഈ ഹോർമോൺ പ്രവർത്തനങ്ങളാണ് കുഞ്ഞിൻ്റെയും മാതാവിൻ്റെയും ബന്ധത്തെ ഊഷ്മളമാക്കുന്നത് എന്ന പുതിയ വർത്തമാനങ്ങളും കൂടി നമ്മൾ കേട്ടു നിൽക്കുമ്പോൾ നിനക്ക് അതെ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബാധ്യതയും ഉത്തരവാദിത്വവും ഉള്ളത് ആരോടാണ് എന്ന പ്രവാചകനോടുള്ള ചോദ്യത്തിന് ഉമ്മുഖ്, നിന്റെ ഉമ്മ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉത്തരം എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ. അതെ, ഉമ്മയും മക്കളും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ വലിപ്പത്തെ എങ്ങനെയാണ്, ഏത് ത്ലാസിലിട്ടിട്ടാണ് നമുക്ക് തൂക്കാനാവുക? തൻ്റെ കുഞ്ഞവൻ 1 വയസ്സുകാരനാകട്ടെ, 10 വയസ്സുകാരനാകട്ടെ, 50 വയസ്സുകാരനാകട്ടെ, കുട്ടിയുടെ കണ്ണ് നിറഞ്ഞാൽ, തൻ്റെ മകന് താടിയും തലയും വന്നിട്ടുണ്ട്, അവൻ വല്ലാതെ മുതിർന്നിട്ടുണ്ട്, അവന് മക്കളും പേരമക്കളുമായിട്ടുണ്ട്, അവൻ്റെ കണ്ണ് നിറഞ്ഞാൽ, പ്രായമായ കണ്ണിന് കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ഇളം കാഴ്ചയിലാണ് തൻ്റെ മകൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടാൽ ആ ഉമ്മാൻ്റെ കൽബ് പടയും, ആ ഉമ്മാൻ്റെ കണ്ണ് നിറയും. ഉമ്മാക്കെന്നും അവൻ മകൻ തന്നെയാണ്, അവൾ മകൾ തന്നെയാണ്. ഈ ബന്ധത്തെ ഏത് തുലാസുകൾ കൊണ്ടാണ് നമ്മൾ തൂക്കേണ്ടത്? ഈ ബന്ധത്തെക്കുറിച്ച് പടച്ചറബിൻ്റെ വർത്തമാനങ്ങളെ നമുക്കെങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുക? ഖൈർ ഉമ്മക്കല്ലാതെ ഇതിനെക്കുറിച്ച് ലോകത്തോട് പ്രമാണബദ്ധമായി വർത്തമാനം പറയാൻ ആർക്കാണ് കഴിയുക? സഹോദരങ്ങളെ, നിങ്ങൾ നോക്കി, ഇന്ന് ഭ്രൂണഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ മിനിറ്റിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ലക്ഷക്കണക്കിന് ഭ്രൂണഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ പ്രത്യേകം തെരഞ്ഞു മനസ്സിലാക്കി അവരെ കൊല്ലുന്നതിനാണ് ആംനിയോസിന്തസിസ് എന്ന് പറയുന്നത്. മൂർച്ചയുള്ള സ്കാൾഷൽ എന്നുള്ള ചെറിയ കുഞ്ഞു കത്രിക മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് കടത്തിവിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി ആദ്യം മുറിക്കുന്നു. എന്നിട്ട് അവൻ്റെ ശരീരത്തിലെ കുഞ്ഞു കൈകളും കുഞ്ഞു കാലും നെഞ്ചും തലയും മുറിച്ചെടുക്കുന്നു. ഇതിനെയാണ്, ഈ ക്രൂരതയുടെ പേരാണ് D&C. ഇനി കുഞ്ഞിൻ്റെ തലയോട്ടിൽ അല്പം കനം വന്നാൽ ആ തലയോട്ടി മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് അടിച്ചു പൊട്ടിച്ച് ചുരണ്ടി മാന്തിയെടുക്കുന്ന കൊടും ക്രൂരതയുടെ പേരാണ് D&E. ഈ കൊടും ക്രൂരത നടക്കുന്നത് മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ചാണ്. ഇളം പൈതലുകൾക്ക് ആ മൂർച്ചയുള്ള കത്രികകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? തൻ്റെ ജീവിതത്തിൽ 75,000-ത്തിലധികം ഭ്രൂണഹത്യ നടത്തിയ ഡോക്ടർ ബെർണാഡ്, അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം, അങ്ങേയറ്റം വാർദ്ധക്യാവസ്ഥയിലെത്തിയ അദ്ദേഹം ക്യാൻസർ ബാധിച്ചിട്ടാണ് അയാൾ മരിക്കണത്. മരണത്തിന് മുമ്പാണ് താൻ ഈ ചെയ്ത കൊടും ക്രൂരതകളെക്കുറിച്ച് യാദൃശ്ചികമായി അതിൻ്റെ കാഴ്ചകൾ അദ്ദേഹത്തിന് കാണേണ്ടി വരുന്നത്. ഈ പോലെ മൂർച്ചയുള്ള കത്രികകൾക്ക് അതിൽ നിന്ന് അതിൻ്റെ പൊക്കിൾ കൊടി മുറിച്ചു മാറ്റുമ്പോഴുള്ള കുഞ്ഞിൻ്റെ മാറ്റങ്ങളും ചലനങ്ങളും ചെറിയ സീൽക്കാരങ്ങളും കണ്ട് അയാൾക്ക് വല്ലാത്ത മനസാക്ഷി കുത്തുണ്ടാവുകയും മരിക്കുന്നതിന് മുമ്പ് അയാൾ ഭ്രൂണഹത്യക്കെതിരെ ബോധവൽക്കരണത്തിൻ്റെ വക്താവായിക്കൊണ്ടാണ് പിന്നീട് അയാൾ മരിച്ചു പോകുന്നത്. പക്ഷേ അതിനിടയിൽ അദ്ദേഹം കൊന്നുതള്ളിയത് 10,000-കണക്കിന് ഭ്രൂണങ്ങളെയാണ്, 10,000-കണക്കിന് ജീവനുകളെയാണ്. ആ ജീവനുകൾക്ക് വേണ്ടി വർത്തമാനം പറയാൻ ലോകത്ത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സട്ടാവ് അവതരിപ്പിച്ച ഗ്രന്ഥമല്ലാതെ മറ്റേത് പ്രമാണമാണ് ലോകത്തുള്ളത്? വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖത്അൻ കബീറ എന്ന വർത്തമാനം വിശുദ്ധ ഖുർആന്റെ വരികളിലല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? നിങ്ങൾ കൊന്നു കളയരുത് നിങ്ങളുടെ പിഞ്ചു മക്കളെ, ദാരിദ്ര്യ ഭയം കൊണ്ട് നിങ്ങൾ ഈ അതിക്രമം ചെയ്യരുത്, നിങ്ങൾ ചെയ്യുന്നത് അപരാധമാണ്,
കൊടിയ അപരാധം എന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ വരികൾ. ഈ തിന്മയെക്കുറിച്ച് ശക്തമായ ബോധവൽക്കരിക്കാൻ ഖൈർ ഉമ്മക്കല്ലാതെ ആർക്കാണ് കഴിയുക? അതേസമയം ആ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയെടുക്കുക വഴി അവൻ്റെ നെറുകയിൽ ചുംബിക്കുന്നതിനടക്കം പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചക അധ്യാപനങ്ങൾ കാരുണ്യത്തിൻ്റെ നിറകുടമായി ജ്വലിച്ചു നിൽക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നന്മ ലോകത്തിന് പകർന്നു നൽകാൻ ഖൈർ ഉമ്മക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഇങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും സകല നന്മകളും ലോകത്തിന് പകർന്നു നൽകാൻ ഖൈർ ഉമ്മക്ക് കഴിയും. സകല തിന്മകളെക്കുറിച്ചും ആഴത്തിൽ ബോധവൽക്കരിക്കാൻ ഖൈർ ഉമ്മക്ക് കഴിയും. അവരുടെ ഈമാനിൻ്റെ ബലമനുസരിച്ച് ആ രംഗത്ത് ജ്വലിച്ചു നിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ജ്വലിക്കില്ല, തളർന്നു പോകും, അലസരാവും, ഉൾവലിഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ലോകത്തെ സാമ്പത്തിക ക്രമങ്ങൾ, സാമ്പത്തിക രംഗത്തെ ഒരു വല്ലാത്ത പ്രതിസന്ധിക്ക് അടിസ്ഥാന കാരണമായി ഇന്ന് സാമ്പത്തിക രംഗത്തെ കൃത്യമായ പഠനങ്ങൾ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നത് പലിശയാണ്, ഊഹക്കച്ചവടമാണ് എന്ന്. ഈ പലിശയും ഊഹക്കച്ചവടവുമാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ വർത്തമാനം. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന വിശുദ്ധ ഖുർആന്റെ വരികൾക്ക് നിത്യപ്രസക്തിയില്ലേ? ഈ കാലഘട്ടത്തിലും അതിൻ്റെ പ്രസക്തി എത്രമാത്രമാണ് എന്ന് നമ്മൾ അറിയേണ്ടതില്ലേ സഹോദരങ്ങളെ? പലിശ അരുതെന്നും പലിശ കുറ്റമാണെന്നും തെറ്റാണെന്നും അതെ പലിശ തിന്മയെന്ന് പഠിപ്പിച്ച പടച്ചറബ് കച്ചവടം അനുവദിച്ചു. ആ കച്ചവടത്തിൽ പോലും ആ കച്ചവടത്തിൻ്റെ മര്യാദകളും എണ്ണിപ്പഠിപ്പിക്കുകയും ചെയ്തു. ഇത്രയൊരു കൃത്യമായ മര്യാദ ലോകത്തിന് പകർന്നു നൽകാൻ, കച്ചവട രംഗത്തെ മര്യാദകളും നന്മകളും തിന്മകളും ലോകത്തിന് പകർന്നു നൽകാൻ, സാമ്പത്തിക രംഗത്തെ തിന്മകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ലോകത്തോട് വർത്തമാനം പറയാൻ ഖൈർ ഉമ്മക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക സഹോദരങ്ങളെ? ആ ഖൈർ ഉമ്മയിൽ അംഗങ്ങളാകാൻ സൗഭാഗ്യം നൽകണമേ എന്ന പ്രാർത്ഥനയും പ്രതീക്ഷയും പ്രവർത്തന മണ്ഡലങ്ങളിലെ നൈരന്തര്യവുമല്ലേ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മുന്നോട്ട് പോവുക, പ്രതീക്ഷാ നിർഭരമായ മനസ്സുമായി, പ്രാർത്ഥനാ നിരതമായ ഹൃദയവുമായി നമ്മൾ മുന്നോട്ട് പോവുക. ജീവിതത്തിൻ്റെ ഏതേത് തലങ്ങളിലും ഈ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തകരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഈമാൻ ഭദ്രമാകണം. ആ ഈമാനികമായ ഭദ്രതയ്ക്ക് വേണ്ടി പടച്ചറബിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്താൻ നമുക്ക് കഴിയണം, നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കാൻ കഴിയണം എന്ന് ചുരുക്കം. അതെ, ഇന്ന് ലോകം കൂടുതൽ ദൂരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലം. ഓരോ മിനിറ്റിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള ആളുകൾ വേസ്റ്റ് ബോക്സിലേക്ക് വലിച്ചെറിയുന്ന ഭക്ഷണത്തിൻ്റെ കഷ്ണങ്ങളുണ്ട് എങ്കിൽ, റൊട്ടി കഷ്ണങ്ങളുണ്ട് എങ്കിൽ, ചോറിൻ്റെ വറ്റുകളുണ്ട് എങ്കിൽ ലോകത്തിൻ്റെ മൊത്തം പട്ടിണി മാറ്റാൻ കഴിയും. അതെ, ഭക്ഷണ കൂനയിലേക്ക്, വേസ്റ്റ് ബോക്സിലേക്ക് ഭക്ഷണങ്ങൾ നമ്മൾ വലിച്ചെറിയുമ്പോൾ ലോകത്തിൻ്റെ പല ഇടങ്ങളിലും പല കോണുകളിലും ഭക്ഷണമില്ലാതെ, ഒരു കഷ്ണം റൊട്ടിയില്ലാതെ, ഒരു 10 വറ്റ് ചോറ് പോലും വായിൽ വെച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ട ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു സുഹൃത്ത് വഴി നൈജീരിയയിലുള്ള ഒരു കൂട്ടം സഹോദരങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണം നമ്മുടെ കശുവണ്ടിയുടെ മാങ്ങ, അത് മരത്തിൽ നിന്നും പറിച്ച് വെയിലത്ത് ഉണക്കി എന്നിട്ട് അത് മുറിച്ചെടുത്തിട്ട് അത് പുഴുങ്ങിയിട്ടാണ് അവർ തിന്നുന്നത്. 6 മാസം 8 മാസം ഒക്കെയായി അവരുടെ ഭക്ഷണം അതാണ്. അവിടേക്കാണ് നമ്മുടെ ചില സഹോദരങ്ങൾ കുറച്ച് അരിയുമായി കടന്നു ചെന്നപ്പോൾ ആ അരിയെടുത്ത് വാരി അതിലുമ്മ കൊടുത്ത് പടച്ചിറപ്പിന് ശുക്ർ രേഖപ്പെടുത്തുകയാണ് അവിടെയുള്ള സഹോദരങ്ങൾ. ആലോചിച്ചോക്കിൻ, അരി കണ്ടിട്ട് 6 മാസമായി ഞങ്ങളെന്ന്, 8 മാസമായി ഞങ്ങളെന്ന് ഇത് നൽകിയ പടച്ചറബിന് അതെ ശുക്ർ രേഖപ്പെടുത്തുകയാണ് നിറകണ്ണുകളോട് ആ സഹോദരങ്ങൾ. അതിനിടയിലാണ് നമ്മൾ എന്തെല്ലാമാണ് വേസ്റ്റ് ബോക്സിലേക്ക് വലിച്ചെറിയുന്നത്. എത്ര കണ്ട് വലിച്ചെറിയുന്നുണ്ട്. നല്ല കുടിനീര് കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന എത്ര സഹോദരങ്ങൾ നമുക്ക് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ ചില വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ചളിക്കുണ്ടിൽ അത് വരണ്ടുപോയ മണ്ണ് കലർന്ന, മാലിന്യം കലർന്ന, വെള്ളം വറ്റിപ്പോയി കുറച്ച് മാത്രമുള്ളൊരു കോണിൽ നീന്തി വന്ന് മുട്ടുകളിൽ വന്ന് മൃഗങ്ങളെപ്പോലെ നാവുകൊണ്ട് ചളിയും മാലിന്യവും നിറഞ്ഞ ആ കുണ്ടിൽ നിന്ന് വെള്ളം നക്കി തുടച്ചെടുക്കുന്ന മക്കളുടെ കാഴ്ച കാണുമ്പോൾ നമുക്കെങ്ങനെയാണ് സഹോദരങ്ങളെ വെള്ളം വലിച്ചെറിയാനാവുക? ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, വെള്ളം വേണം എന്ന് പറയാൻ കഴിയാതെ, കൈകൊണ്ടൊരു റൊട്ടി കഷ്ണം കൊടുത്താൽ വാങ്ങിക്കാൻ കൈ ഉയർത്താൻ പോലും കഴിയാതെ, കണ്ണിൻ്റെ പോള ശരിക്കൊന്ന് തുറക്കാൻ പോലും കഴിയാതെ, ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ എല്ലും തോലുമായ ചെറിയ മക്കൾ ആ കിടന്ന കിടപ്പിൽ അവസാന ശ്വാസം വലിക്കുന്ന രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകുമ്പോൾ നമുക്കെങ്ങനെയാണ് ഭക്ഷണം അനാവശ്യമായി വലിച്ചെറിയാൻ കഴിയുക, നിസ്സാരമായി തള്ളിക്കളയാനാവുക? അതുകൊണ്ട് വകുലു വശ്റബു
വലാ തുസ്രിഫു, അതെ, ദൂർത്തടിച്ച് നശിപ്പിക്കുന്ന ദുരന്തത്തിലേക്ക് പോകരുത് എന്ന വർത്തമാനത്തിന് എന്തുമേൽ പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ലോകത്ത് ഒരുപാട് രാഷ്ട്രങ്ങൾ ഇന്ന് കടക്കെണിയിലാണ്. വികസിത രാഷ്ട്രങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ച്, പലിശക്ക് പണം വാങ്ങിച്ച് കൊടുക്കാൻ കഴിയാത്ത വലിയൊരു ദുരന്തത്തിലാണ്. ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് 2006 വികസ്വര രാഷ്ട്രങ്ങൾക്ക് വന്ന കടം 29,000 കോടി ഡോളറാണ്. ആ 29,000 കോടി ഡോളറിൽ ആ കൊല്ലം അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞത് ആകെ 5,730 കോടി ഡോളർ മാത്രമാണ്. ബാക്കി 23,730 കോടി ഡോളർ അപ്പോഴും കടമാണ്. അതിൻ്റെ പലിശയും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാലത്തും അവർക്ക് ഈ കടക്കണിയിൽ നിന്നും പലിശക്കണിയിൽ നിന്നും രക്ഷപ്പെടാനാകാത്ത വണ്ണമുള്ള കൂച്ചുവിലങ്ങുകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് തൽപര കക്ഷികൾ. അതിനിടയിലാണ് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന പടച്ചറബിൻ്റെ വർത്തമാനത്തിൻ്റെ പ്രസക്തി എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെ നിരന്തരം ലോകത്തിൻ്റെ മുന്നിൽ നന്മകൾ പറയുന്ന, നന്മകൾ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്ന, തിന്മകളെക്കുറിച്ച് നിരന്തരം സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന, അത് എത്ര നിസാരമെന്നെങ്കിൽ പോലും അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറുപുഞ്ചിരി പോലും സ്വതക്ക എന്ന നന്മയെന്ന് പഠിപ്പിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരികളും വർത്തമാനങ്ങളും, അതേപോലെ തന്നെ തിന്മകളെക്കുറിച്ച് ആഴത്തിൽ ബോധവൽക്കരണം നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വരികളും വർത്തമാനങ്ങളും ഈ മഹിതമായ ആശയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ നിൽക്കാം. അതെ, ഉഖ്രിജത്തിൽ ഇന്നാസ് എന്നത് വെറും വർത്തമാനമല്ല, മാനവരാശിക്ക് ഒന്നടങ്കം വെളിച്ചമായി മാതൃകയായി കൊണ്ടാണ് ഈ ഖൈറു ഉമ്മയെ ലോകത്തിന് പടച്ചറബ് പരിചയപ്പെടുത്തുന്നത്. ആ സവിശേഷതകളെ അത് സ്വാംശീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഈ ആശയത്തെ, ഈ ആദർശത്തെ, ഈ മഹിതമായ ആദർശ പ്രസ്ഥാനത്തെ, ഈ മഹിതമായ ദൈവികമായ മതത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇത് ഭീകരതയാണ്, ഇത് തീവ്രവാദമാണ്, ഇത് പ്രശ്നമാണ്, ഇത് സങ്കുചിതത്വത്തിൻ്റെ ആശയമാണ്, ഇത് വർഗീയതയാണ്, ഇത് സ്ത്രീ വിരുദ്ധതയുടെ ആശയമാണ്, പുരുഷ മേധാവിത്വത്തിൻ്റെ ആശയമാണ് എന്നർത്ഥത്തിലുള്ള കുപ്രചരണങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അതിന് ഇന്നലകളിൽ ഓറിയന്റലിസ്റ്റുകളും അതേപോലെ തന്നെ ഇസ്ലാം വിമർശകരെല്ലാം പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഇന്നിതാ നാസ്തിക കൂട്ടങ്ങൾ ഒരു നവനാസ്തിക കൂട്ടങ്ങളായി ഉയർന്നു നിൽക്കുകയാണെന്ന് പച്ചക്കള്ളങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗീബൽസിന്റെ തന്ത്രം ഉപയോഗിക്കുന്നു. ഒരാളുടെ മുഖത്ത് നോക്കി ഒരു തവണ ഭ്രാന്ത എന്ന് വിളിച്ചാൽ അവൻ പറയും ഞാൻ ഭ്രാന്തനല്ല. 10 വട്ടം വിളിച്ചാൽ അപ്പോഴും അവൻ പറയും ഭ്രാന്തനല്ല. അതൊരു 100 വട്ടമാണെങ്കിൽ അവന് ആ വിളി കേൾക്കുന്ന തൊട്ടടുത്തുള്ള ആളുകൾക്ക് തോന്നും അവന് ഭ്രാന്തൊന്നുമില്ല, എന്തോ ഒരു അര പിരി കുറവുണ്ട്. പിന്നെയും അത് ആവർത്തിക്കപ്പെട്ടാൽ അവൻ്റെ ചേഷ്ടകളിൽ പ്രശ്നങ്ങളുണ്ട്, അവൻ ഭ്രാന്തൻ തന്നെ എന്ന് സമൂഹം മുദ്രകുത്തും. അതൊരു1000 വട്ടമായാൽ ഭ്രാന്തനല്ലാത്ത മനുഷ്യൻ കണ്ണാടിൻ്റെ മുന്നിൽ പോയി നിന്ന മൂപ്പർക്ക് തന്നെ തോന്നും എനിക്ക് ഭ്രാന്തുണ്ടോന്നും. ഇതാണ് ഗീബൽസിന്റെ പിഴച്ച തന്ത്രം. ഈ തന്ത്രത്തിലൂടെയാണ് ഹിറ്റ്ലറിൻ്റെ അധിനിവേശങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചത്. ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് വായിക്കാൻ കഴിയും. ഒരു സമൂഹത്തെ, ആ സമൂഹത്തിനെതിരെയുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവർ മോശം ആളുകളാണ് എന്നുള്ള ധാരണ സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ, അവരിൽ എല്ലാ അർത്ഥത്തിലുള്ള തിന്മകളുടെ കേദാരങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞാൽ അവർക്കെതിരെയുള്ള അക്രമങ്ങളും അതിക്രമങ്ങളെല്ലാം ന്യായീകരിക്കപ്പെടുമെന്ന്. അഥവാ ആട്ടിൻകുട്ടിയെ അതെ പട്ടിയാക്കി, ഒടുവിൽ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക. ആടിനെ കല്ലെറിയാൻ പറഞ്ഞാൽ, അടിക്കാൻ പറഞ്ഞാൽ ആർക്കും അതിന് കഴിയില്ല. അത് പട്ടിയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഭയത്തോടുകൂടെ ഒന്ന് കല്ലെടുത്തേക്കാം, എറിയില്ല, വടിയെടുത്തേക്കാം, അടിക്കില്ല. പക്ഷെ അത് പേപ്പട്ടിയാണെന്ന് അറിയുന്നതോടുകൂടെ, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നതോടുകൂടെ ഏറ് നടക്കും, അടിയും നടക്കും. പക്ഷേ അടി കിട്ടുന്നത് പാവം ആടിനാണെന്ന് മാത്രം. ഈ തന്ത്രമാണ് എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാനസികാവസ്ഥ, ഇത്തരം ഒരു പൊതുബോധത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനിടയിൽ അതെ ഖൈറു ഉമ്മയുടെ ഉത്തരവാദിത്തമാണ് നിരന്തരം നന്മകളുടെ പ്രകടനങ്ങളും പ്രഘോഷണങ്ങളുമായി സമൂഹത്തിൽ നിറസാന്നിധ്യങ്ങളാവുക, നിരന്തരം തിന്മകളെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമായി ജ്വലിച്ചു നിൽക്കുക. അത് സ്വന്തം ജീവിതത്തിൽ പരമാവധി പകർത്തിക്കൊണ്ട് ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇസ്ലാം വിമർശകരായ നവനാസ്തിക കൂട്ടങ്ങളുടെ തലതൊട്ടപ്പനായ റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത് എന്താണ്? അയാൾ പറഞ്ഞു ലോകത്തെ ഏറ്റവും മോശപ്പെട്ട മതം ഇസ്ലാമാണ് തിന്മയുടെ കേദാരമെന്ന്. ഇത് പറയാൻ അയാൾക്കുള്ള പ്രചോദനം എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് പറയുന്നത്? ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഹദീസ് വായിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി? ഞാൻ പറഞ്ഞു
അതാണ് ഈ നവനാസ്തിക കൂട്ടത്തിൻ്റെ തലതൊട്ടപ്പൻ്റെ നിലവാരം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കേരളത്തിലും അത്തരത്തിലുള്ള തുപ്പക്കോളാമ്പികളുടെ ദുരന്തപൂർണമായ വാദങ്ങളും വർത്തമാനങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ചരിത്ര പ്രാധാന്യമുള്ള പ്രമാണബദ്ധമായ യുക്തിഭദ്രമായ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള വാദങ്ങൾക്കും വർത്തമാനങ്ങൾക്കും അവർ സന്നദ്ധമല്ല. പുകമറകൾ സൃഷ്ടിക്കാനും കണ്ണടച്ചു വെടിവെക്കാനും ഇരുട്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമോഫോബിയയുടെ, ഇസ്ലാം ഭീതിയുടെ വല്ലാത്ത കുപ്രചരണങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ മനസ്സുകളെ എല്ലാം തന്നെ ഒരു പുകമറയിൽ ഒതുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ വെളിച്ചമായി ജ്വലിച്ചു നിൽക്കാൻ, നന്മയുടെ തിരുനാളവുമായി ജ്വലിച്ചു നിൽക്കാൻ ഏതേതർത്ഥത്തിലുള്ള ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും അക്രമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും തളരാതെ തകരാതെ പതറാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ ചേർത്തു വച്ച് മുഹമ്മദ് റസൂലുള്ള ജീവിതത്തിലേക്ക് അണച്ചു പിടിച്ച് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് സമൂഹത്തിന് വെളിച്ചമാകാൻ, നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത മത ദർശനങ്ങളിലും ആശയങ്ങളിലും എല്ലാം വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ സത്യത്തിൻ്റെ തിരുനാളങ്ങളാകാൻ, നന്മയുടെ വക്താക്കളാകാൻ, തിന്മയെക്കുറിച്ച് നിരന്തരം ബോധവൽക്കരണം ചെയ്യുവാനുള്ള വലിയ ഉത്തരവാദിത്വ നിർവഹണവുമായി മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതർത്ഥത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകട്ടെ, ഏതർത്ഥത്തിലുള്ള കുപ്രചരണങ്ങൾ ഉണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ ദീൻ, അതെ, ഈ ദർശനം, ഈ മതം, ഈ ജീവിത ദർശനം അത് ഉജ്ജ്വലമാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആരാര് പരിശ്രമിച്ചാലും അതിന് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്നത് പടച്ചറബിൻ്റെ പ്രഖ്യാപനമാണ്. അത് എത്ര കണ്ട് സത്യനിഷേധികൾക്ക് അറപ്പും വെറുപ്പും വിയോജിപ്പും മുഷിപ്പും ഉണ്ടെങ്കിലും ശരി, അത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നത് സൗഭാഗ്യമാണ്. അതെ, വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അതെ, തൻ്റെ പ്രവാചകനെ സത്യമതവും സന്മാർഗവുമായി തൻ്റെ പ്രവാചകനെ നിയോഗിച്ചവനാണ് പടച്ചറബ്. ആ മതം, ആ ദർശനം, ആ മാർഗം, ആ ജീവിത ദർശനം ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലി, സകല ഇസങ്ങളെയും സകല ദർശനങ്ങളെയും സകല പ്രത്യക്ഷ ശാസ്ത്രങ്ങളെയും അതിജയിക്കുക തന്നെ ചെയ്യുമെന്നത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ പ്രഖ്യാപനമാണ്. വലൗ കരിഹൽ മുശ്രികൂൻ, അത് മുശ്രിക്കുകൾക്ക് എത്ര കണ്ട് അറപ്പും വെറുപ്പും വിയോജിപ്പും ഉണ്ടെങ്കിലും ശരി എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വെളിച്ചത്തെ, ഈ സത്യത്തെ, ഈ നന്മയെ, ഈ നന്മയുടെ മാധുര്യത്തെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട്. തിന്മകൾക്കെതിരെ ആഴത്തിലുള്ള ബോധവൽക്കരണവും നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. സർവോപരി അത് എത്ര കണ്ട് നമ്മൾ ആ രംഗത്ത് സജീവമാകാൻ നമുക്ക് കഴിയണമോ അതിന് നമ്മുടെ ഈമാൻ ഭദ്രമാക്കണം. അല്ലെങ്കിൽ നമ്മൾ അലസരാകും. ഈ ക്യാമ്പയിൻ്റെ സമാപനത്തോടുകൂടെ പരിപാടികൾ നിൽക്കും, പിന്നെ ഇനി അടുത്തൊരു പരിപാടിക്ക് വേണ്ടി കാത്തു നിൽക്കും. അങ്ങനെയല്ല ഖൈർ ഉമ്മ. അത് നിരന്തരം അവസാന ശ്വാസം നിലക്കും വരേക്കും, അത് നിരന്തരം അവസാന ശ്വാസം നിലക്കും വരെയും അത് നിർവഹിച്ചു കൊണ്ടേയിരിക്കും ഖൈർ ഉമ്മയിലെ അംഗങ്ങൾ. ആ മഹാസൗഭാഗ്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്, നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടതുണ്ട്, നമ്മുടെ പേരമക്കൾക്ക് ലഭിക്കേണ്ടതുണ്ട്. പോരാ, നമ്മുടെ പിൻതലമുറയിൽ ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ലോകാവസാനം വരെയുള്ള നമ്മുടെ പിൻതലമുറകളിലുള്ള മുഴുവൻ ആളുകൾക്കും ആ മഹാസൗഭാഗ്യം കിട്ടേണ്ടതുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും ആ മഹാസൗഭാഗ്യത്തിനുള്ള അവസരമുണ്ടാകേണ്ടതുണ്ട്. അതിന് ഈ മഹിതമായ ആശയത്തെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകാൻ, ദിഷണകളിലേക്ക് പകർന്നു നൽകാൻ, പ്രമാണബദ്ധമായി പകർന്നു നൽകാൻ, സ്നേഹ സഹോദര്യത്തോടെ സൃഷ്ടിപരമായ സ്നേഹ സംവാദങ്ങളിലൂടെ ആ രംഗത്ത് ഉജ്ജ്വലമായി ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള അവസരങ്ങളായി ഇത്തരം ക്യാമ്പയിനുകളെയും പഠന പ്രവർത്തനങ്ങളെയും ക്യാമ്പുകളെയും സംവിധാനങ്ങളെയും നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബേ, നീ കനിയണമേ നാഥ. നിന്റെ കാവലും നിന്റെ ഔദാര്യവും നൽകി നീ ഞങ്ങളെ പരിഗണിക്കുമാറാകണേ റബ്ബേ. ഖൈർ ഉമ്മയിൽ അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ. ആ സവിശേഷതകളിലേക്ക് നീ ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമാറാകണമേ. ആ സവിശേഷതകളിലേക്ക് ഉയർന്നു നിൽക്കാൻ ഞങ്ങളിൽ പോരായ്മകളുണ്ടെങ്കിൽ, ഞങ്ങളുടെ പിഴവുകളുണ്ടെങ്കിൽ, ഞങ്ങളിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ, ഞങ്ങളിൽ കുറവുകളുണ്ടെങ്കിൽ നീ ഞങ്ങൾക്കത് പുറത്തു മാപ്പാക്കി തരികയും ഞങ്ങളുടെ കുറ്റങ്ങളെയും കുറവുകളെയും നികത്തി ഖൈർ ഉമ്മ എന്ന ഉന്നതമായ പദവിയിലേക്ക് നീ ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തണേ റഹ്മാനെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാളെ പരലോകത്ത് സ്വർഗ്ഗലോകത്ത് വെച്ച് കാണാനും
നേടാനും പ്രവാചകനോടൊപ്പം സ്വർഗ സൗഭാഗ്യങ്ങൾ പങ്കുവെക്കാനുമുള്ള മഹാസൗഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ വരും തലമുറയെ അവരെ ലാ ഇലാഹ ഇല്ലല്ലയിൽ നീ ഉറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. മുഹമ്മദ് റസൂലുള്ളയിൽ ഉറപ്പിച്ച് നിർത്തണമേ. അവസാനം ശ്വാസം നിലക്കും വരെയും ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉറച്ചു നിന്ന് ലാ ഇലാഹ ഇല്ലല്ലയിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലയിൽ മരിക്കാൻ മഹാസൗഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. അതുവഴി നാളെ പരലോകത്ത് നിന്നെ കാണാനുള്ള മഹാസൗഭാഗ്യവും ഏറ്റവും വലിയ സന്തോഷവും നൽകി നീ ഞങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നീ വിശ്വാസികളെ, ഞങ്ങളുടെ പിന്തലമുറയെ, ഞങ്ങളുടെ രക്ഷിതാക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ ആദർശ സഹോദരങ്ങളെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, ലോകത്തെ നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുന്തും ഖൈറ ഉമ്മ. അതിവിശാലമായ പഠനാർഹമായ പ്രഭാഷണം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച പ്രിയ സുഹൃത്തിന് അഗതിവമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സമാപനം അതുപോലെ കൃതജ്ഞത ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ സക്കരിയ സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നേതാക്കളെ, അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്ക് ഓരോരുത്തരും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ശരണം സ്വീകരിച്ച് ഇവിടെ എത്തി അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ചും പ്രവാചകൻ്റെ ചര്യയെക്കുറിച്ചും എങ്ങനെയുള്ള സമൂഹമായി മാറേണ്ടതിനെക്കുറിച്ചും ശ്രവിക്കാൻ ഒരുപാട് സമയം ചെലവഴിച്ച നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും ഏറ്റവും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോ വളണ്ടിയേഴ്സിനോടും ഇസ്ലാഹി സെൻറ്റർ UAE കൃതജ്ഞത അറിയിക്കുന്നു. അള്ളാഹു നിങ്ങളെ ഏറ്റവും നല്ല, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഭക്ഷണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.